ഹായ് ഓൾ, നമ്മൾ ഇന്നിപ്പോൾ അമിഗുറുമി കാറ്റ്കാസ് ആൻഡ് പോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് കാറ്റ്കാസ് ചെയ്യുന്നതിൻ്റെയാണ്. സ്ലിപ്പ് നോട്ട് ഇടുക, ചെയിൻ 15 ഇടുക. എന്നിട്ട് റൗണ്ട് വണ്ണിൽ വന്നിട്ട് സെക്കൻഡ് സ്റ്റിച്ച് ചെയിനിലേക്ക് ബാക്ക് ലൂപ്പായിട്ട് 14 സിംഗിൾ ക്രോഷ ചെയ്യുക. അതായത് 14 സിംഗിൾ ക്രോഷ ചെയ്യുക. അത് ഫുൾ ബാക്ക് ലൂപ്പ് ആട്ടോ ചെയ്യേണ്ടത്. പിന്നെ റൗണ്ട് 2-ൽ ചെയിൻ 2 ചെയ്യുക, ബാക്ക് ലൂപ്പ് ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ബാക്ക് ലൂപ്പിൽ 14 സിംഗിൾ ക്രോഷ ചെയ്യുക. റൗണ്ട് 3-ൽ വന്നിട്ട് ചെയിൻ 1 ചെയ്യുക, ബാക്കിൽ 40 സിംഗിൾ ക്രോഷ ചെയ്യുക. ഇതേ സെയിം പാറ്റേൺ തന്നെ ചെയിൻ 1 ചെയ്യുക, ബാക്ക് ലൂപ്പിൽ 14 സിംഗിൾ ക്രോഷ. ഇതേ സെയിം പാറ്റേൺ തന്നെ 20 റോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ കാറ്റ്കസ്. എന്നിട്ട് യാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്വീ ചെയ്ത് കൊടുക്കുക. അവിടെയൊക്കെ പ്രോപ്പർലി നമ്മൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോ കറക്റ്റായി കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇവിടെ എത്തുമ്പോഴായിരിക്കും പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ. ബാക്കി യാൻ കട്ട് ചെയ്യുന്നതും സ്വീ ചെയ്യുന്നതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് പോട്ട് ചെയ്യേണ്ടതാണ്. പോട്ട് മാജിക് റിങ് ചെയ്യാം. റൗണ്ട് 1 മാജിക് റിങ് ചെയ്യുക, എന്നിട്ട് 6 സിംഗിൾ ക്രോഷ ചെയ്യുക. പിന്നെ റൗണ്ട് 2 6 സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്യുക. സൈസ് എത്ര സ്റ്റിച്ചസ് ഉണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൗണ്ട് 3 1 സിംഗിൾ ക്രോഷ ഇൻക്രീസ് ഉണ്ടാവും. റൗണ്ട് 4 2 സിംഗിൾ ക്രോഷ ഇൻക്രീസ്. റൗണ്ട് 5 3 സിംഗിൾ ക്രോഷ ഇൻക്രീസ്. റൗണ്ട് 6 എത്തുമ്പോൾ ബാക്ക് ലൂപ്പിൽ മാത്രമായിട്ട് 30 സിംഗിൾ ക്രോഷ ചെയ്യുക. ഓക്കെ, എന്നിട്ട് റൗണ്ട് 7 ടു റൗണ്ട് 10 വരെ 30 സിംഗിൾ ക്രോഷ മാത്രം, ബാക്ക് ലൂപ്പ് അല്ല, 30 സിംഗിൾ ക്രോഷ മാത്രമായിട്ട് ചെയ്യുക. എന്നിട്ട് റൗണ്ട് 11 എത്തുമ്പോൾ വീണ്ടും ബാക്ക് ലൂപ്പിലേക്ക് 3 സിംഗിൾ ക്രോഷ 1 ഡിക്രീസ് എന്നുള്ള പാറ്റേൺ 6 ടൈംസ് ചെയ്യുക ബാക്ക് ലൂപ്പിൽ കേട്ടോ. പിന്നെ റൗണ്ട് 12 എത്തുമ്പോൾ 2 സിംഗിൾ ക്രോഷ ഡിക്രീസ്, അത് ബാക്ക് ലൂപ്പ് അല്ല, 2 സിംഗിൾ ക്രോഷ ഡിക്രീസ് നോർമലി ചെയ്യുക. പിന്നെ റൗണ്ട് 13 എത്തുമ്പോൾ 1 സിംഗിൾ ക്രോഷ ഡിക്രീസ്, 14 എത്തുമ്പോൾ 6 സിംഗിൾ ക്രോഷ ഡിക്രീസ് ചെയ്യുക. എന്നിട്ട് സ്വീ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമുക്ക് പോട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗം, അതായത് റൗണ്ട് 6 ചെയ്യുക. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്യുക. എന്നിട്ട് റൗണ്ട് 11 എത്തുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, പിന്നെയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയിൻ 1 ഇത് തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ അറ്റാച്ച് കാറ്റ്കസ്. ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്യണം. സൂം ഔട്ട് ആവുന്നുണ്ടല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലവർ ചെയ്യണം. അതായത് മുകളിലൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ മാജിക് റിങ് ചെയ്യുക. ചെയിൻ 1 2 ഹാഫ് ഡബിൾ ക്രോഷേ, ചെയിൻ 1 സിംഗിൾ ക്രോഷേ, അങ്ങനെ 5 ടൈംസ്. അതായത് നമുക്ക് 5 പെറ്റൽസ് അല്ല വേണ്ട, അങ്ങനെ 5 ടൈംസ് ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഫ്ലവർ പോട്ട് ചെയ്യുന്നത് നോക്കാം. അതിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ്. മാജിക് റിങ് ചെയ്യുക, മാജിക് റിങ് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, 6 സിംഗിൾ ക്രോഷ ചെയ്തിട്ട് പിന്നെ 6 സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്യുക. 6 സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്തതിന് ശേഷം 1 സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്യുക. പിന്നെയുള്ള റൗണ്ടിൽ വന്നിട്ട് 2 സിംഗിൾ ക്രോഷ ഇൻക്രീസ്, പിന്നെയുള്ള റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷ ഇൻക്രീസ്. അങ്ങനെ ഒരു 3 നമുക്ക് റൗണ്ട് 5 വരെ ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, ഇത് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പാറ്റേൺ. അപ്പോൾ നമ്മൾ വെറുതെ ഒരുപാടായിട്ട് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 1 2 3. ഓക്കെ, അപ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷ ചെയ്ത് മാജിക് റിങ് ഒക്കെ ചെയ്ത് റൗണ്ട് 5 വരെ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ അപ്പോൾ റൗണ്ട് 5 വരെ ചെയ്തിട്ടുണ്ട്. 3 സിംഗിൾ ക്രോഷ ഇൻക്രീസ് വരെ 6 ടൈംസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 30 സ്റ്റിച്ചസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കി, ടോട്ടൽ 30 സ്റ്റിച്ചസ് ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ അടിഭാഗമാണ്, പോട്ടിൻ്റെ അടിഭാഗമാണ്. ഇനി നമുക്ക് മുകൾ ഭാഗത്തേക്കാണ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഇങ്ങനെയാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് എന്നുണ്ടല്ലോ, അതിൽ ആ ബാക്ക് ലൂപ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ആക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ലൂപ്പ് വന്നിട്ട്. ഫ്രണ്ട് ലൂപ്പ് ഈ നമ്മൾ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ലൂപ്പും, അതേപോലെ ബാക്ക് സൈഡിലേക്കായിട്ടുള്ളതിന് ഇത് ഫ്രണ്ട് ലൂപ്പും ഇത് ബാക്ക് ലൂപ്പുമാണുള്ളത്. നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കും, ബാക്ക് ലൂപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കും, സെൻറ്റർ പോർഷനിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് ബാക്ക് ലൂപ്പ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതും ബാക്ക് ലൂപ്പിലൂടെയാണ്. നോക്കിയോട്ടോ, അപ്പോൾ ബാക്ക് ലൂപ്പിൽ കൂടെ നോർമൽ സിംഗിൾ ക്രോഷ ചെയ്യുമല്ലോ, അതിൽ കുറച്ച് നമ്മൾ സെൻറ്ററിൽ കൂടെ ഹൂക്കിന് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തെടുക്കാം. ബാക്ക് ലൂപ്പായി. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. സെൻറ്ററിലൂടെ ഹൂക്കിന് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ ചെയ്യാം. ഓക്കെ, ഇതാണപ്പോൾ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ബാക്ക് ലൂപ്പ് മാത്രമായിട്ട് ചെയ്യണം. 30 സിംഗിൾ ക്രോഷ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ബാക്ക് ലൂപ്പ് 30 സിംഗിൾ ക്രോഷ ചെയ്തെടുക്കണം.
ഓക്കെ, ഇപ്പോൾ ബാക്ക് ലൂപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്ടോ, ബാക്ക് ലൂപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് ബാക്ക് ലൂപ്പ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ വരാം. ഇനി ഇത് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ മടങ്ങിയിട്ട് ഇങ്ങനെ വരും. അത് നെക്സ്റ്റ് റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഇതായിട്ട് നമുക്ക് മുകൾ ഭാഗത്തേക്കായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളിപ്പോൾ റൗണ്ട് 6 വരെ ചെയ്തു. ഇനി റൗണ്ട് 7 തൊട്ട് റൗണ്ട് 10 വരെ 30 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത് അല്ലേ. അതായത് റൗണ്ട് 7 30 സിംഗിൾ ക്രോഷേ, റൗണ്ട് 8 30 സിംഗിൾ ക്രോഷേ, റൗണ്ട് 9 30 സിംഗിൾ ക്രോഷേ, റൗണ്ട് 10 വരെ 30 സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് 4 റൗണ്ട് 7, 8, 9, 10 4 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 11 വരെ റൗണ്ട് 10 വരെ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നതും ഇനി ബാക്ക് ലൂപ്പിലൂടെയല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ 2 സ്റ്റിച്ചസിൻ്റെയും കൂടി ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും കൂടി എടുത്തിട്ട് തന്നെയാണ് നെക്സ്റ്റ് ടൈം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 സിംഗിൾ ക്രോഷേ ചെയ്ത് എന്നിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, റൗണ്ട് 10 വരെ ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 11 വന്നിട്ട് ബാക്ക് ലൂപ്പ് ഫുള്ളായിട്ട് 3 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുക. One, 2, 3 സിംഗിൾ ക്രോഷേ. ഇനി ഡിക്രീസ് നമ്മൾ നോർമലി ഫ്രണ്ട് ലൂപ്പിൽ കൂടെയാണ് ഡിക്രീസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബാക്ക് ലൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ നമുക്ക് ഡിക്രീസും എടുക്കാം. ഓക്കെ, ഓക്കെ, സെയിം ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 1, 2, 3 ഡിക്രീസ്, ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെ ഡിക്രീസ് ചെയ്യാം. ഓക്കെ, സെയിം ഇത് തന്നെ നമുക്കിനി ഫുള്ളായിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാം. 1, 2, 3. ഓക്കെ, നമ്മൾ ഡിക്രീസ് സ്റ്റിച്ച് ചെയ്തു. ഇനി 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് എന്നാണ്. അത് വന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു ബാക്ക് ലൂപ്പിൽ കൂടെ അല്ലാതെയുള്ള സ്റ്റിച്ചില്ലേ അതിൽ കൂടെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ്, 1, 2 ഡിക്രീസ്, ഫ്രണ്ട് ലൂപ്പിലൂടെ എടുക്കുക, ഡിക്രീസ് ചെയ്യുക. നെക്സ്റ്റ് 1, 2
decrease. 1, 2, decrease. നമുക്ക് ഈ ഒരു ടൈം ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണ്. പിന്നെ വന്നിട്ട് 6 ഡിക്രീസ് ആണ്. ഓക്കെ, ഓവർ ആവരുത്, കാരണം ബാക്ക് സൈഡ് നമുക്ക് ബോൾ പോലെയല്ല, നമുക്ക് പോട്ടല്ലേ, അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നിൽക്കാനായിട്ട്. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. ഞാൻ ഓവറായിട്ട് ഫിൽ ചെയ്യുന്നില്ല, കുറച്ച് നമുക്ക് ബാലൻസ് വയ്ക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് വന്നിട്ട് 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ആണല്ലേ, നമുക്ക് അതോടെ ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ 1 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. നെക്സ്റ്റ് 6 ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ഡിക്രീസ്, സെക്കൻഡ് ഡിക്രീസ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫില്ലിങ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് സീവ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഓരോ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ അടിഭാഗം ഉണ്ടല്ലോ കറക്റ്റ് ഫ്ലാറ്റായിട്ട് നിന്നാലാണ്
നമുക്കത് വെക്കുമ്പോഴും അതേപോലെ ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം പൊന്തിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വെക്കണം. ഇതിപ്പോൾ എനിക്കൊരു ഭാഗം പൊന്തിയിട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ സ്വീ ചെയ്യുമല്ലോ, ആ ഒരു ടൈമിൽ കുറച്ച് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് കുറച്ച് ടൈറ്റ് ആക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ കുറച്ച് ഫ്ലാറ്റായ പോലെ ഇല്ലേ, ഇനി ഈ ഒരു ഭാഗവും കൂടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് റൗണ്ട് 6 ആണ്. അതായത് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് റൗണ്ട് 6 ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഇവിടുന്ന് 1 2 3 4 5 6, ഈ 6ൽ നമുക്ക് എന്താക്കണം, ഈ ഫ്രണ്ട് ലൂപ്പ്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെയൊക്കെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കുറച്ച് ഇതായിട്ടിരിക്കും. പിന്നെ 6 7 8 9 10 11, ഈ 11th ഫ്രണ്ട് ലൂപ്പ് ഉണ്ട്, നമ്മൾ ബാക്ക് ലൂപ്പ് ചെയ്തതിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, അതിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം, ചെയിൻ 1 ചെയ്യണം, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം, ചെയിൻ 1 ചെയ്യണം, അങ്ങനെ ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഹുക്കിനെ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച്, അതായത് ഈ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാവും, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വന്ന് റൗണ്ട് മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ താഴത്തെ ഒരു ഫ്രണ്ട് ലൂപ്പിലെ അതാണ് എടുക്കേണ്ടത്. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടില്ല, പകരം ഞാൻ ജസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെയിൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അടുത്ത ഓരോ സ്റ്റിച്ചസിലേക്കും, അതായത് അടുത്ത ഓരോ ഫ്രണ്ട് ലൂപ്പിലേക്കും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതാ അടുത്ത ഈ ഒരു സ്റ്റിച്ചാണ്, അതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ വരെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ എൻഡ് വരെ ചെയ്തിട്ട് ഇനി നമ്മൾ ഫസ്റ്റത്തെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെയിൻ 1 ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കി കൊടുത്താലും മതി. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് അടിഭാഗം ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താഴ്ഭാഗം കേട്ടോ, നമ്മുടെ അടിഭാഗം ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ 11ാമത്തെ സ്റ്റിച്ചിൽ ചെയ്ത ബാക്ക് ലൂപ്പിൽ നമുക്ക് ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് ചെയ്യേണ്ടത്. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനൊരു നോട്ട് ഇട്ടിട്ട് ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് അല്ലേ. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ചെയിൻ 1 ചെയ്യുക,
പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യണം. അത് നമുക്കിവിടെ ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഡിസൈൻ പോലെ വരാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഒരു കുഞ്ഞൊരു ഡിസൈൻ. ഓക്കെ, ചെയിൻ 1 ചെയ്യുക, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1. ഇതുണ്ടോ, ഇനി ഒരു കുഞ്ഞൊരു ഡിസൈൻ വരാനും വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് അതുപോലെ എൻഡ് വരെ ചെയ്തെടുക്കാം. ഓക്കെ, ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ 1 ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ഇല്ലെങ്കിലും സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് അടിഭാഗവും ഇവിടെ വന്നിട്ട് മോൾ ഭാഗത്ത് നമുക്ക് ഡിസൈൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചും ചെയിനും വന്നിട്ട് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഒരു റെഡ് കളറാണ് എടുക്കുന്നത്. റെഡ് കളർ ഫ്ലവർ യാണ് എടുത്തിട്ട് അതിലേക്ക് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് എത്ര ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ചെയിൻ 1 ചെയ്യാം, പിന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതാണ് നമ്മുടെ പാറ്റേൺ വന്നിട്ട്. ഇനി ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, 1 2 ചെയിൻ 1 ചെയ്യുക, സിംഗിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയിൻ 1 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് സെക്കൻഡ്, ചെയിൻ 1 ചെയ്യുക, സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 1 2 3 4, ചെയിൻ 1 ചെയ്തു. ഇനി ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അല്ല, ഇതിലേക്ക് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മുടെ ടൈലൻഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഇനി മാജിക് റിംഗ് ഒന്നും കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കാം.
1 2 3 4 5 പെറ്റൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി 6 പെറ്റൽസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫ്ലവറും പോട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കാറ്റ്കസ് ആണ് സെറ്റ് ആക്കേണ്ടത് അല്ലേ. അപ്പോൾ കാറ്റ്കസ് ചെയ്യാനും വേണ്ടിയിട്ട് ഗ്രീൻ കളർ യാൺ എടുക്കാം. എല്ലാതും സെയിം 4 പ്ലൈ കോട്ടൺ യാൺ തന്നെയാണ്. അതിലേക്കുള്ള ഹൂക്സ് തന്നെയാണ് ഞാൻ യൂസ് ആക്കുന്നത്. അതായത് സെയിം 2.5ൻ്റെ ഹുക്ക് തന്നെയാണ് ഇതിലേക്ക് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ. ഇനി ഇത് വന്നിട്ട് നമുക്ക് 50 സ്ലിപ്പ് നോട്ട് ഇട്ടു. എന്നിട്ട് 15 ചെയിനാണ് വേണ്ട. അപ്പോൾ 1 2 3 4 ചെയിൻ ഇട്ടു. 5 6 7 8 9 10 11 12 13 14 15 ചെയിൻ ഇട്ടു. ഇനി റോ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് ചെയിനിലേക്ക്, അതായത് ഇത് ഫസ്റ്റത്തേതാണ്, ഇത് സെക്കൻഡാണ്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ചെയിനിലേക്ക് ഹൂക്കിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ചെയ്തിട്ട് നമ്മൾ 14 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തേൽ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി ഓരോ സ്റ്റിച്ചസിലായിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 14 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും കേട്ടോ. ഓക്കെ, 14 ഇത് ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് ഒന്നിങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കാം. ടേൺ ചെയ്ത് കൊടുത്ത ശേഷം ബാക്ക് ലൂപ്പിലൂടെ, ഓക്കെ, അതായത് ചെയിൻ 1 ചെയ്തു. ഇനി ഇങ്ങനെ ടേൺ ചെയ്യാം. എന്നിട്ട് ബാക്ക് ലൂപ്പിലൂടെ നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ 2 സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. ഓരോ റോ കഴിയുമ്പോഴും കൗണ്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് കൗണ്ടും കൂടെ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ലാസ്റ്റിലേക്ക് തെറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത്. നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്താലും ലാസ്റ്റ് മേ ബി ഒരു സ്റ്റിച്ച് തെറ്റിയാൽ തന്നെ നമുക്കത് ഫുള്ളായിട്ട് അയച്ചെടുക്കേണ്ടി വരും. സോ കൗണ്ട് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ കേട്ടോ. ചെയിൻ 1 ചെയ്യാം, ബാക്കിലേക്ക് ഇതാക്കാം, സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് റൗണ്ട് 3 ആണ്. സെയിം ഇതേ മെത്തേഡ് തന്നെ റൗണ്ട് 4ഉം 5ഉം ഒക്കെ ചെയ്യാം. അതായത് റൗണ്ട് 20 റൗണ്ട് വരെയും സെയിം ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ചെയിൻ 1 ചെയ്യുക, ബാക്ക് ലൂപ്പിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റൗണ്ട് 20 വരെ ചെയ്തിട്ട് ബാക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ റോ 20 വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ പാറ്റേൺ വന്നിട്ട് ഇനി നമുക്ക് ഇത് രണ്ടും പാടെ ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ച് സ്വിച്ച് ചെയ്ത് കൊടുക്കാം.
അതായത് സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് നമ്മുടെ ഓരോ സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഈ ഒരു ഇതിൽ വെച്ചിട്ട് ഇതിലത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. ഇനി ഓരോ സ്റ്റിച്ചസായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വന്നിട്ട് പാറ്റേൺ ഇങ്ങനെയാണ് ഉള്ളത്. ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് ഉള്ളത് അല്ലേ. ഇനി നമുക്ക് ഇതിവിടെ വെച്ച് കട്ട് ചെയ്യില്ല, അത്യാവശ്യം ലോങ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഈ ഒരു ഭാഗം സീ ചെയ്തെടുക്കണം, ഈ ഒരു ഭാഗം സീ ചെയ്തെടുക്കണം, അതേപോലെ തന്നെ ഈ ഒരു പോട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുക്കണം. ഇങ്ങനെ അത്യാവശ്യം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വെറുതെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ ഒരു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെങ്ത്, അതായത് അത്രയും ആ ഒരു സെക്യൂർ ആയിട്ട് ഇരുന്നോളും. പക്ഷേ മേ ബി ഇതൊന്ന് മാറ്റി കട്ട് ചെയ്ത് പിന്നെയും റീജോയിൻ ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സെക്യൂർ ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ കെട്ടി വെച്ചിട്ടൊക്കെ ഇതാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ കുറച്ചധികം കട്ട് ചെയ്ത് മാറ്റുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്ക് സ്റ്റിച്ച് കണ്ടോ, അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അതായത് ഈ ഓരോ സ്റ്റിച്ചുകളുണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടെ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം, എന്നിട്ട് ഇതിൽ കൂടെ ആക്കാം, പിന്നെ വന്നിട്ട് ഇതിൽ കൂടി എടുക്കാം, അതിൻ്റെ അപ്പുറത്തുള്ള ഇതിൽ കൂടി എടുക്കാം. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരുങ്ങി ക്ലോസ് ആവണം. അപ്പോൾ ആ ക്ലോസ് ആവാനുള്ളതിനായിട്ട് ചുരുങ്ങിയിട്ടുള്ളൊരു പാറ്റേൺ ആണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കാം. ഇങ്ങനെ റൗണ്ട് ചുറ്റും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ ഞാൻ അതിങ്ങനെ വലിക്കുന്ന ടൈമിൽ ഇതിവിടെ ക്ലോസ് ആവണം. കണ്ടോ, ഇതിങ്ങനെ ക്ലോസ് ആവും. ഓക്കെ, നല്ല ടൈറ്റ് ആക്കിയിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ കുറച്ച് സ്വിച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒരു സെക്യൂർ ആയിട്ട് ഇരിക്കാനും അല്ലെങ്കിൽ ആ ക്ലോസ് ആയത് വിട്ട് വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും നമ്മൾ ഇങ്ങനെ ഇതായി കൊടുക്കുന്നത്. ഓക്കെ, ഈ ഭാഗം നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അതിന് മുൻപ് ഞാൻ ഇത് ഇവിടുന്ന് ഉള്ളിലേക്ക് ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കിയെടുക്കുന്നുണ്ട്.
കണ്ടോ ഇവിടെ ക്ലോസ് ആയിരിക്കുന്നത്. ഇനി ഇതൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇനി നമുക്ക് ഈ അടിഭാഗമാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇതിനുള്ളിൽ ഫില്ല് ചെയ്യും. ആ ഒരു ഫില്ല് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ നീഡിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ അല്ലേ. അപ്പം അതങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ സൂചി ചെയ്ത് ക്ലോസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ അത് പുറത്തെ ഈ സൈഡിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീണ്ടും സെയിം ഹോളിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഹോളിലേക്കായിട്ട് ഹുക്കിനെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്തിട്ട് മോൾ ഭാഗത്തേക്ക് നീഡിലെടുക്കണം. ഓക്കെ, ഇപ്പം എന്തായി, നമുക്ക് വർക്ക് ചെയ്യാനുള്ള നീഡിലും കിട്ടി, അതേപോലെ തന്നെ നമ്മുടെ ഞാൻ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഓപ്പോസിറ്റ് വെച്ചത് അത്യാവശ്യം ഫില്ല് ചെയ്യുക. ഓവർ ഫില്ലിങ്ങും വേണ്ട, എന്നാൽ ഒരുപാട് ഇല്ലാതെ ആവരുത്. ഇനി നമ്മൾ നേരത്തെ അവിടെ ആ ഒരു ചെയ്തില്ലേ, ഓപ്പോസിറ്റ് സൈഡ് ചെയ്ത പോലെ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഓരോരോ ഹോളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ, ഓരോ സ്റ്റിച്ചസിലൂടെ ആട്ടോ എടുക്കേണ്ടത്. മാക്സിമം ഇത് ക്ലോസ് ചെയ്യുക. ഫില്ലിങ്സ് ഒക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇനി ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമുക്ക് നേരത്തെ സെക്യൂർ ആക്കിയിരുന്നല്ലോ അതേപോലെ തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിക്ക് ആക്കാം. ഇനി നമുക്ക് ഇത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ പോട്ടിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് സെൻറ്റർ പോർഷനിലൂടെ അതായത് നമുക്കിതിവിടെയാണല്ലോ വെക്കേണ്ടത്. സെൻറ്റർ പോർഷനിലൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഓരോ നിങ്ങൾക്കിത് നേരെ കാണണ്ടാവില്ല, എന്നാലും നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. അതായത് ഓരോ സ്റ്റിച്ചസിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇൻവിസിബിൾ ആക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിക്കെങ്കിലും ഇതാക്കിയിട്ട് സ്വിച്ച് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്ലൂ വെച്ച് തേച്ച ശേഷം ഇവിടേക്ക് വെച്ചാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നത് അതായത് നീഡിൽ അല്ലെങ്കിൽ ബീഡ്സ് ഉണ്ടല്ലോ അത് വെച്ചാൽ മതി. നീഡിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വെച്ചാൽ അതായിരിക്കും. അതായത് ഇപ്പോൾ ഇത് വയ്ക്കുക, വെച്ചതിന് ശേഷം ഈ നീഡിലിവിടെ കുത്തി കൊടുക്കാം. ഒരു ബിഗിനർ എന്നുള്ള ഒരാൾക്ക് കേട്ടോ, കുറച്ചൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്വിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്വിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് വെക്കുന്നില്ല.
ഇനി ഇതിങ്ങനെ റൗണ്ടിൽ അത്രയും സെക്യൂറായിട്ട് സൂയി ചെയ്ത് വരാം. ഓക്കെ, ഓക്കെ, അതാ കാറ്റ്കസ് ആയിട്ടുണ്ട്. ഇനി അഥവാ ഇത് ആടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കറക്റ്റായിട്ട് ഇവിടെ നിൽക്കുന്നില്ല, ആടിക്കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സൂയി ചെയ്തിട്ട് നല്ലപോലെ ടൈറ്റാക്കി കൊടുത്താൽ മതി. ഓക്കെ, അതാ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ 3 ഭാഗത്തേക്കും ഈ നീഡിൽ എടുക്കുന്നുണ്ട്. നീഡിൽ എടുത്തതിന് ശേഷം ഫ്ലവറും അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഈ ഒരു കളർ റെഡ് കളർ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷെ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ഇത് വെച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഗ്രീൻ കളർ ഇങ്ങോട്ട് വരുന്ന ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് നമ്മുടെ നല്ല ഭാഗം. ഇത് വന്നിട്ട് ബാക്ക് സൈഡാണ്. മാജിക് നീഡിലെ മാജിക് റിങ്ങിൻ്റെ ടൈലൻ്റ് വന്നിരിക്കുന്നു. പിന്നെ നമ്മൾ കെട്ടിയ ഭാഗമില്ലേ, അത് ഈ ബാക്ക് സൈഡാണ്. അപ്പം ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വെക്കേണ്ടത്. നല്ല ഭാഗമാണ് മുകളിലേക്കും വിസിബിൾ ആയിരിക്കുന്ന കാണുന്ന ഭാഗത്തേക്ക് വെക്കുന്നത്. അപ്പം ഞാൻ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രീൻ കളർ ഈ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന രീതിക്കല്ല വെക്കുന്നത്. അതായത് സൂയി ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് സൈഡ് കാണാത്ത വിധമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ റെഡ് കളർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. ഓക്കെ, മുകളിലേക്ക് എടുത്തിട്ട് സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഓപ്പോസിറ്റ് എടുക്കാം. ഇനി ഇത് വേറൊരു സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് നമുക്ക് ഇടയിൽ കൂടെ ആക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ.
ക്യാറ്റ് ക്രസൻറ്റ് പോട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഓരോ ഷേപ്പ് കറക്റ്റായിട്ട് ആക്കി കൊടുത്താലും മതി. ഈ മടങ്ങിയ ഭാഗം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം വേണ്ട, നമ്മൾ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം ആക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നീഡിലാക്കിയിട്ട് ബാക്കിലേക്ക് ആക്കിയില്ല, അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ തന്നെ ഫിൽ ചെയ്ത ശേഷം ഓപ്പോസിറ്റ് സൈഡ് സ്വിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പോട്ട് ഓക്കെ ആയിട്ടുണ്ട്.